Hey, it's Niju. Welcome back to Root Cinemas. നമ്മുടെ ലാസ്റ്റ് വീഡിയോ M1 Max Studio ഇനിഷ്യൽ റിവ്യൂ ആൻഡ് അൺബോക്സിംഗ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ Max Studioയുടെ പെർഫോമൻസ് ടെസ്റ്റ് ആണ്. വളരെ ഡീറ്റെയിൽ ആയ ഒരു ബെഞ്ച് മാർക്കിങ്ങോ ടെസ്റ്റോ ഒന്നുമല്ല. ഒരു വീഡിയോ എഡിറ്റർ അല്ലെങ്കിൽ ഒരു കളറിസ്റ്റ് 4K റെസൊല്യൂഷൻ ടൈം ലൈനിൽ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോളിഡ് ബിൽഡ് മെഷീൻ ആണോ ഇത്? ഇതിന്റെ വിലയെന്ന് പറയുമ്പോൾ ഏകദേശം 2,30,000 മുകളിലാണ്. ആർക്കാണ് ഈ മെഷീൻ അനുയോജ്യം? അതോ M1 Mac Mini ആയിരുന്നു ഒരു പെർഫെക്റ്റ് മാച്ച്? ഞാനിത് മേടിച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ആക്ച്വലി ചെറിയ രീതിയിലൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഈ ഒരു പെർഫോമൻസ് ടെസ്റ്റിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 3 ക്യാമറയിലെ ഫുട്ടേജ് ആണ്. അതിൽ 2 ക്യാമറ 4K റെസൊല്യൂഷനാണ്, ഒരു ക്യാമറ 6K റെസൊല്യൂഷനാണ്. ഫസ്റ്റ് ക്യാമറ എന്ന് പറയുമ്പോൾ Canon C300 ആണ്. രണ്ടാമത്തെ ക്യാമറ Panasonic S1H ആണ്. ഇത് രണ്ടും 4K റെസൊല്യൂഷനാണ്. മൂന്നാമത്തെ ക്യാമറ റെഡ് കൊമോഡോയുടെ 6K റെസൊല്യൂഷനാണ്. പിന്നെ എല്ലാ ഫുട്ടേജും നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ലോ പ്രൊഫൈലിലാണ്. ഈ ഒരു ക്യാമറ ഫുട്ടേജ് നമ്മൾ 2 മിനിറ്റുള്ള ഒരു ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നു. അതിൽ ടൈപ്പോഗ്രഫി റിസോൾവിൻ്റെ ഇഫക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ അതിൽ സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യുന്നു, പ്ലേബാക്ക് സ്ക്രിബിളിൻ്റെ സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഈ ഒരു ടൈം ലൈനെ നമ്മൾ 4K റെസൊല്യൂഷനിലേക്ക് റെൻഡർ ചെയ്യുന്നു. സോ നമുക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു മിഷൻ വാങ്ങിയാൽ എത്ര ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഇനി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ക്യാമറ ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്യാം. സോ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ബിൻ നോക്കിയാൽ മാസ്റ്റർ ബിന്നിൽ C300 ഒരു ഫോൾഡർ ഉണ്ട്, റെഡ് കൊമോഡോ ഉണ്ട്, പാനസോണിക്കിന് ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ തന്നെ C300 ഒരു ടൈം ലൈൻ ഉണ്ട്, റെഡ് കൊമോഡോയ്ക്ക് ഒരു ടൈം ലൈൻ ഉണ്ട്, പാനസോണിക്കിന് ഒരു ടൈം ലൈൻ ഉണ്ട്. നമ്മുടെ പ്രോജക്റ്റ് സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം ലൈൻ റെസൊല്യൂഷൻ പറഞ്ഞാൽ 3840 2160 ആണ്, അൾട്രാ HD ആണ്. ഇനി കളർ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ Davinci YRGB കളർ മാനേജർ ആണ്. ഔട്ട്പുട്ട് ചെയ്യുന്നത് Rec 709 2.4ലേക്ക്. ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന C300ൻ്റെയും S1Hൻ്റെയും പ്ലേബാക്ക് ആണ്. സോ ആദ്യം നമുക്കാണെങ്കിൽ ഇതിന് ടെക്സ്റ്റ് എല്ലാം ഒന്ന് ഡിസേബിൾ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ടൈം ലൈൻ്റെ ഇതാണ് നമ്മുടെ ടൈം ലൈൻ. സോ ഞാൻ ഇനി ഒന്ന് ഫസ്റ്റ് പ്ലേ ചെയ്യുകയാണ്. ഫസ്റ്റ് ക്ലിപ്പ് സ്മൂത്തായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലായി, ഇവിടെയാണ് 24 ഫ്രെയിം പെർ സെക്കൻഡ്. ഇവിടെ ഫ്രെയിം ഡ്രോപ്പ് ആയാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ 24 ഫ്രെയിമിൽ തന്നെയാണ് ഇത് പ്ലേ ബാക്ക് ആകുന്നത്. സോ നമ്മുടെ പ്ലേ ബാക്ക് സോ ഫാർ സോ ഗുഡ്, ഒരു തരത്തിലുള്ള ഡിലേ ഇല്ല. സോ ഇനി നമ്മൾ കണ്ടത് ഒരേ ക്ലിപ്പാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം 2 4K ക്ലിപ്പ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. സോ അറ്റ് എ ടൈം 2 4K ക്ലിപ്പ് നമ്മൾ 24 ഫ്രെയിമിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 4 4K ക്ലിപ്പ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അറ്റ് എ ടൈം 4 4K ക്ലിപ്പ് പ്ലേ ചെയ്യുന്ന സമയത്തും ആക്ച്വലി ചെറിയ ഡിലേ വന്നു, പക്ഷേ വീണ്ടും അത് പ്ലേ ആവുന്നുണ്ട്. അറ്റ് എ ടൈം 6 4Kയുടെ ക്ലിപ്പുകൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഫ്രെയിം റേറ്റ് 13 ഡ്രോപ്പ് ചെയ്തിരുന്നു, പിന്നെ വീണ്ടും നമ്മൾ 24 വന്നു. ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആണ്. സോ നമുക്ക് ഒരു ട്രാക്ക് പ്ലേ ചെയ്ത സമയത്ത് ഒരു തരത്തിലുള്ള ഡിലേ ഇല്ല, 2 ട്രാക്കിലും ഡിലേ ഇല്ലായിരുന്നു. 4ാമത്തെ ട്രാക്കിൽ വന്ന സമയത്ത് 4 4Kയിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ 6 4Kയുടെ ക്ലിപ്പ് വന്നപ്പോൾ അത്യാവശ്യം ഡിലേ ആയിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് 11 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഡിസേബിൾ ചെയ്ത ടെക്സ്റ്റ് എല്ലാം ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഇനി വിത്ത് ടെക്സ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ടെക്സ്റ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്ത ടെക്സ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാനൊന്ന് ടെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം റേറ്റ് 9.7ലേക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട്, ബാക്ക് ടു 24 ആയിട്ടുണ്ട്. വീണ്ടും ഈ ടെക്സ്റ്റ് കറക്റ്റായിട്ട് പ്ലേ ആയിട്ടുണ്ട്. 2 ടെക്സ്റ്റ് വന്ന സമയത്ത് ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സോ Canon C300 വലിയ കുഴപ്പമില്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ റെസൊല്യൂഷനിലാണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്ലേ ബാക്ക് അടിപൊളിയാണ്. 4Kയുടെ 6 ട്രാക്ക് വന്നപ്പോൾ മാത്രമേ ഡിലേ ആയിട്ടുള്ളൂ. അടുത്ത് നമ്മൾ സ്ക്രബ് ചെയ്താണ്. ടൈം ലൈനിൽ കൂടെ നമ്മൾ ജസ്റ്റ് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും തരത്തിൽ ഡിലേ ഉണ്ടെന്ന്. സ്ക്രബും സോ ഫാർ സോ ഗുഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ C300 ക്ലിപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പാനസോണിക്കിൻ്റെ S1H ക്ലിപ്പിലേക്കാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റ് ഫയൽ ഫസ്റ്റ് ഡിസേബിൾ ചെയ്യുന്നു. നേരത്തെ ഉള്ള പോലെ തന്നെ നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ക്ലിപ്പ് പ്ലേ ബാക്ക് കറക്റ്റ് ആയിട്ടുണ്ട്, സെക്കൻഡ് ക്ലിപ്പും പ്ലേ ബാക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യുന്ന 2 4K ക്ലിപ്പ് അറ്റ് എ ടൈം പ്ലേ ചെയ്ത് നോക്കാം. 2 4K ക്ലിപ്പും അത്യാവശ്യം നന്നായിട്ട് പ്ലേ ഉണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, 4 4K ക്ലിപ്പ് അറ്റ് എ ടൈം പ്ലേ ചെയ്ത് നോക്കാം. 4 4K ക്ലിപ്പ് നന്നായിട്ട് പ്ലേ ആവുന്നുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 4K ക്ലിപ്പ് പാനസോണിക് S1Hൻ്റെ 6 4K ക്ലിപ്പ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയാണ്. ഫ്രെയിം റേറ്റ് ഒന്നും ഡ്രോപ്പ് ആയിട്ടില്ല, അത്യാവശ്യം നന്നായിട്ട് പ്ലേ ആവുന്നുണ്ട് കേട്ടോ. 24 ഫ്രെയിമിൽ ഓക്കെ. ഇത് C300നെക്കാട്ടിലും മച്ച് ബെറ്റർ ആണ്. കാരണം നമ്മൾ നോക്കിയ സമയത്ത്
6 4K ക്ലിപ്പ് ഒരു പ്രശ്നമില്ലാതെ പ്ലേ ആവുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചെറിയ ഡിലേ വന്നു, പക്ഷേ C300 ഉള്ളതിൻ്റെ അത്രയും ഡിലേ ഇല്ല. സോ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് എല്ലാം എനേബിൾ ചെയ്യാം. ഫസ്റ്റ് ടെക്സ്റ്റ് റെൻഡർ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. സോ ഫാർ നന്നായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. അടുത്ത് നമുക്ക് 2 ടെക്സ്റ്റ് വരുമ്പോൾ അത്യാവശ്യം ഡിലേ ആവുന്നുണ്ട്. ഫ്രെയിം റേറ്റ് 8.3 ഡ്രോപ്പ് ആയിട്ടുണ്ട്, ബാക്ക് ടു 24 ആയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, സോ C300 വെച്ച് നോക്കുമ്പോൾ പാനസോണിക് S1Hൻ്റെ പ്ലേബാക്ക് ആണ് അടിപൊളി. നമുക്ക് സ്ക്രബിങ് ചെയ്ത് നോക്കാം. ടൈം ലൈൻ സ്ക്രബിങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അത്യാവശ്യം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ട് തന്നെ ഒരു തരത്തിലുള്ള ഡിലേ ഇല്ല. സോ അതും ഗുഡ്. സോ നമ്മൾ ഇനിയും മൂവ് ചെയ്യുന്നത് പാനസോണിക്കിനും C300 കഴിഞ്ഞു. ഇനി നമ്മൾ റെഡ് കമോഡയിലൊക്കെ, ഇതൊരു 6K ക്ലിപ്പാണ്. സോ ഫസ്റ്റ് അവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്ന നമ്മളുടെ ടെക്സ്റ്റ് എല്ലാം ഡിസേബിൾ ചെയ്യുന്നു. നമുക്ക് ഇവിടുന്ന് പ്ലേ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്ലിപ്പ്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ പ്ലേ ചെയ്യുന്നു. സോ ഫാർ ഇറ്റ്സ് സോ ഗുഡ്. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്, ഡിലേ ഒന്നുമില്ല. പ്ലേ ബാക്ക് സ്മൂത്ത് ആണ്. 24 ഫ്രെയിമിൽ തന്നെയാണ് 6K റെസൊല്യൂഷൻ ക്ലിപ്പ്. 24 ഫ്രെയിമിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയും ഒരു ക്ലിപ്പിൽ നിന്നുള്ളത് നമ്മൾ അറ്റ് എ ടൈം 2 ക്ലിപ്പ് വെച്ചിട്ടുള്ളത് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. സോ ഗുഡ്. അടുത്തത് 4 6K ക്ലിപ്പാണ് പ്ലേ ആവുന്നത്. ഓക്കെ, ഫ്രെയിം റേറ്റ് 17 ഡ്രോപ്പായി. ഓക്കെ, കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് 6 6K ക്ലിപ്പാണ് പ്ലേ ആവുന്നത്. നമുക്കൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. പ്ലേ ബാക്ക് ഫ്രെയിം നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. 12 വരെ ഫ്രെയിം ഡ്രോപ്പ് ആയി. ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പ്ലേ ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ ആക്ച്വലി 24 നിന്ന് 12 വന്നിരുന്നു, പിന്നെ അത് ബാക്ക് ടു 24 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഇട്ടൊന്ന് പ്ലേ ബാക്ക് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് റെൻഡർ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ടെക്സ്റ്റ് റെൻഡർ ആയിട്ട് ഇനി 2 ടെക്സ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ശകലം ഡിലേ ഉണ്ട്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ 3 ടൈം ലൈനെയും 4Kയിലേക്ക് റെൻഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം എത്ര ടൈം കൊണ്ട് ഇത് റെൻഡർ ആവുമെന്ന് നോക്കാം. ഞാൻ ഇവിടെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട് ഫോണിൽ. സോ ഞാൻ എഡിറ്റ് പേജ് ഡെലിവറി പേജ് വരുന്നു. ആക്ച്വലി ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു C300. അതുപോലെ തന്നെ ക്വിക്ക് ടൈം ഫോർമാറ്റ് കോഡാക് H264, റെസൊല്യൂഷൻ 4K. നമ്മൾ ക്വാളിറ്റി ഓട്ടോമാറ്റിക് റെസ്ട്രിക്റ്റഡ് ടു 8000 ആണ്. ഞാൻ റെൻഡർ സ്റ്റാർട്ട് ചെയ്യണം. C300ൻ്റെ റെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെൻഡർ കംപ്ലീറ്റ് ആയിരിക്കുന്നത് 1 മിനിറ്റ് 10 സെക്കൻഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4K 2.5 മിനിറ്റുള്ള ഒരു ടൈം ലൈൻ 1 മിനിറ്റ് 10 സെക്കൻഡിൽ റെൻഡർ ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത് ഇനി S1Hലേക്ക് പോവാം. സെക്കൻഡ്സിൽ S1Hൻ്റെ റെൻഡറിങ് 4K റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് ആക്ച്വലി. അടുത്ത് നമ്മുടെ റെഡ് കമോഡയുടെ ക്ലിപ്പിൽ പോവാം. ഓക്കെ, സ്റ്റാർട്ട്. സോ റെഡ് കമോഡയുടെയും ടൈം ലൈൻ റെൻഡർ ആയിട്ടുണ്ട്. 2 മിനിറ്റ് 36 സെക്കൻഡ്സിലാണ് 2.5 മിനിറ്റ് ഉള്ളൊരു 4K ടൈം ലൈൻ റെൻഡർ ആയിരുന്നു. സോ ഫാർ ഇതിൻ്റെ പെർഫോമൻസ് സോ ഗുഡാണ്, നല്ല സ്പീഡാണ്. റെൻഡറിങ് എല്ലാം തന്നെ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് റെൻഡർ ചെയ്തേക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ടെസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതായത് 6Kയുടെ 6 ക്ലിപ്പ് പ്ലേ ചെയ്തപ്പോഴും അതുപോലെ Canon C300ൻ്റെ 4 4K ക്ലിപ്പും 6 4K ക്ലിപ്പിൽ പോയപ്പോൾ ടൈം ലൈനിൽ നമ്മുടെ ഫ്രെയിം റേറ്റ് 24 നിന്ന് 17 വന്നു. ആക്ച്വലി ഇത് ഫുൾ റെസൊല്യൂഷനാണ് പ്ലേ ആവുന്നത്. നമ്മൾ പ്രോക്സി സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത് 1080 ടൈം ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും ഡ്രോപ്പ് ചെയ്ത് ഇത് പ്ലേ ബാക്ക് ആവും. ഇതൊക്കെ എക്സ്ട്രീം കണ്ടീഷനാണ്. നമ്മൾ ഡേ ടു ഡേ വർക്ക് ചെയ്യുന്നതിലൊന്നും ഒരു 6 6Kയുടെ ക്ലിപ്പ് അറ്റ് എ ടൈം ഒരു വിൻഡോയിൽ വരുന്ന പ്രൊജക്ട്സ് ഒക്കെ വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. സോഫറിൻ്റെ പെർഫോമൻസ് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന Davinci 18ൻ്റെ പബ്ലിക് ബേറ്റയാണ്. വൺസ് ഇത് ഒപ്റ്റിമൈസ് ചെയ്തൊരു ഫൈനൽ റിലീസൊക്കെ ആവുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഉള്ള M1 മെഷീനിൽ Resolve ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു മെഷീൻ. സോഫാർ ഈ മെഷീൻ്റെ പെർഫോമൻസ് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് ആർക്കാണ് ഈ മെഷീൻ അനുയോജ്യമായിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ ഇതുപോലെ തന്നെയുള്ള സിനിമ ക്യാമറയിൽ നിന്നുള്ള ഫുട്ടേജ് എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു M1 Maxോ M1 Ultra'യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ മേടിക്കാം. ഇപ്പോഴും നിങ്ങളുടെ വർക്ക് 1080 ഡെലിവറി ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ 4Kയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ക്ലിപ്പ് ക്യാനോൺസ് അതുപോലെ തന്നെ സോണിയുടെ മിറർലെസ് ക്യാമറ എന്നുള്ള ക്ലിപ്പുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു M1 Max Mini ഈസ് മോർ ദാൻ ഇനഫ് ആയിരിക്കും. കാരണം
ഞാൻ എൻ്റെ Blackmagicൻ്റെ 6K ക്ലിപ്പൊക്കെ അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു. നോയ്സ് റിഡക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ മെഷീൻ കുറച്ച് സ്ലോ ഡൗൺ ആവുന്നുള്ളൂ. ഈ ഒരു മെഷീനിന് നോയ്സ് റിഡക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായ പെർഫോമൻസ് ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രെയിം റേറ്റ് ഒരു 12 ഒരു 13 ഫ്രെയിമിലേക്ക് ഡ്രോപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ റിസോൾവിൻ്റെ പുതിയ കുറച്ച് ടൂൾസ്, AI ബാക്ക് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അതുപോലെ മാജിക് മാസ്ക്, ഫേസ് ട്രാക്കിങ്ങിൻ്റെ കുറച്ച് അതൊക്കെ അത്യാവശ്യം സ്ലോനെസ് ഉണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് ചെയ്യുമ്പം അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സോ ഇതായിരുന്നു നമ്മുടെ പെർഫോമൻസ് ടെസ്റ്റ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതായിരുന്നു നമ്മളുടെ പെർഫോമൻസ് ടെസ്റ്റ്. ഇതിൽ പലയിടത്തും ഈ മിഷൻ ഇച്ചിരി സ്ലോ ആവുമെന്ന് നിങ്ങൾ കണ്ടു കാണും. ടെക്സ്റ്റിൻ്റെ സമയത്തും അതുപോലെ തന്നെ 6 അല്ലെങ്കിൽ 4K ക്ലിപ്സ് യൂസ് ചെയ്യുന്ന സമയം ഇതൊക്കെ ഒരു എക്സ്ട്രീം കണ്ടീഷനാണ്. ഇപ്പോൾ ഇങ്ങനെ വന്നാൽ തന്നെ എനിക്ക് 2-3-4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എനിക്ക് ക്ലിപ്സ് പ്രോക്സി ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ പ്ലേ ബാക്കിൻ്റെ റെസൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. ഈ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ ടൈം ലൈൻ റെസൊല്യൂഷൻ എനിക്ക് 1080ലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതൊന്നും ചെയ്യാതെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. സോ ഫാർ ഐ ആം സോ ഹാപ്പി. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിലൊരു മണ്ടത്തരം പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മേടിച്ച സമയത്ത് എനിക്ക് 64 GB മെമ്മറിയിലേക്ക് പോകേണ്ടതായിരുന്നു. ഞാൻ 32 GB ഒരു ചെറിയ വിഷമമുണ്ട്. കാരണം ഇനി ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിത് എടുത്ത സമയത്ത് തന്നെ 64 GB മെമ്മറിക്ക് വേണ്ടി ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു 4 മാസം കൂടെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ 32 GB എടുത്തത്. സോ 64 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പീഡായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ടെക്സ്റ്റിൻ്റെ ഒരു ഡിലേ ഇതിൽ കാണില്ലായിരുന്നു. സോ ഇതായിരുന്നു നമ്മളുടെ M1 Max Studioയുടെ പെർഫോമൻസ് ടെസ്റ്റ്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ക്യാമറയുടെ കോഡെക് ഈ മെഷീനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായും അത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ അത്യാവശ്യം എല്ലാ ക്യാമറയുടെയും ഫുട്ടേജുകൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ചാനൽ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.